Hello friends, welcome to AutoCAD online training presented by BIMLABS Engineering Services Private Limited. I am Sameera, Senior Technical Engineer at BIMLABS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് AutoCAD Drawing Tools Part 6 ആണ്. ഇതുവരെ നമ്മൾ നോക്കിയ ടോപ്പിക്സ് ലൈൻ, പോളിലൈൻ, സർക്കിൾ, ആർക്ക്, റെക്ടാങ്കിൾ ഇത്രയുമായിരുന്നു. പിന്നെ പോയിന്റ് സ്റ്റൈലൊക്കെ. നെക്സ്റ്റ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടൂൾസ് ആണ്. നെക്സ്റ്റ് ടൂൾ പോളിഗൺ ആണ്. പോളിഗൺ നമുക്ക് 3 രീതിക്ക് ആക്സസ് ചെയ്യാം. ഹോം ടാബിനകത്ത് ഡ്രോ പാനലിനകത്ത് പോളിഗൺ ക്ലിക്ക് ചെയ്യുക, ഓർ മെനു ബാറിനകത്ത് ഡ്രോയ്ക്കകത്ത് പോളിഗൺ ക്ലിക്ക് ചെയ്യുക, ഓർ പോളിഗണിന്റെ കമാൻഡ് ഏരിയ POL ആണ്, എൻ്റർ കൊടുക്കുക. ഓക്കെ, പോളിഗൺ 3 രീതിക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് നമ്മൾ പോളിഗൺ കമാൻഡ് എടുക്കുമ്പോൾ ചോദിക്കുന്നത് പോളിഗൺ എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചോദിക്കുക. മിനിമം 3ഉം മാക്സിമം 1024 സൈഡ്സും ഉള്ള ഒരു പോളിഗണേ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കും റിക്വയർ ആൻ ഇൻറ്റിജർ ബിറ്റ്വീൻ 3 and 1024. നമുക്കറിയാം മിനിമം ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും ചെറിയൊരു പോളിഗൺ എന്ന് വെച്ചാൽ ട്രയാങ്കിൾ ആണ്. സോ അതിന് മിനിമം 3 സൈഡ്സ് എങ്കിലും വേണം. അതായത് മിനിമം 3 സൈഡ്സ്, മാക്സിമം 1024 സൈഡ്സ് ഉള്ള ഒരു പോളിഗണെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 1024 കൊടുക്കുമ്പോൾ തന്നെ വരുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. 1024 ആണ് കൊടുത്തത്, കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലൈൻസ് ചേർന്നിട്ടുള്ള, ഒത്തിരി പോളിഗണിന്റെ ഒരുപാട് ലൈൻസ് ചേർന്നിട്ടുള്ള സർക്കിൾ ക്രിയേറ്റ് ആവുക. 1024 കൊടുത്തപ്പോൾ നമുക്കതൊരു സർക്കിൾ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അഗൈൻ പോളിഗൺ എടുത്തു. അഗൈൻ നമ്പർ ഓഫ് സൈഡ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനൊരു 6 സൈഡ്സ് കൊടുത്തു. 6 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അടുത്ത ചോദിക്കുന്ന ഒരു ഓപ്ഷൻ സ്പെസിഫൈ സെന്റർ ഓഫ് ദ പോളിഗൺ ഓർ എഡ്ജ് എന്നാണ് ചോദിക്കുക. ഒന്നുകിൽ പോളിഗണിന്റെ സെന്റർ ഡിഫൈൻ ചെയ്യുക, ഓർ എഡ്ജ് കൊടുക്കുക. ഇപ്പൊ എഡ്ജ് ആണ് നമുക്കൊരു പോളിഗണിന്റെ എത്ര ലെങ്ത് ഉള്ള ഒരു പോളിഗൺ ആണ്, ഒരു സൈഡിന് എത്ര ലെങ്ത് ഉണ്ടെന്ന് അറിയാവുന്ന ഒരു റെഗുലർ പോളിഗൺ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്ജ് ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദ എഡ്ജ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആ ഒരു റെഗുലർ പോളിഗണിന്റെ സൈഡ് എത്രയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 100 കൊടുക്കുവാണ്. 100 സൈഡ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരു ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യുകയാണ്, എന്റെ നമ്പർ ഓഫ് സൈഡ്സ് 6 തന്നെ ഡിഫൈൻ ചെയ്തു. സെന്റർ ഓഫ് ദ പോളിഗൺ പോളിഗണിന്റെ സെന്റർ പോയിന്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഗെയിൻ 2 ഓപ്ഷൻസ് ചോദിക്കും, ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ഓർ സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ. സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ആവുന്ന രീതിയിലുള്ള പോളിഗൺ ആണോ നമുക്ക് വേണ്ടത്, സർക്കിളിന് പുറത്ത് സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പോളിഗൺ ആണോ വേണ്ടതെന്നാണ് ചോദിക്കുക. ഞാൻ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ റേഡിയസ് ഒരു 50 കൊടുത്തു, എൻ്റർ ചെയ്തു. നമുക്കൊരു സർക്കിൾ വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ ഒരു പോളിഗൺ വന്നിട്ടുണ്ട്. അഗെയിൻ ഞാൻ പോളിഗൺ ഓപ്ഷൻ എടുത്തു. ഞാൻ അഗെയിൻ എന്ത് ചെയ്യാണ്, നമ്പർ ഓഫ് സൈഡ്സ് 6 തന്നെ കൊടുത്തു, സെന്റർ ഡിഫൈൻ ചെയ്തു. ഇത്തവണ ഞാൻ എടുക്കുന്ന ഓപ്ഷൻ സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന റേഡിയസ് സെയിം തന്നെയാണ്. നേരത്തെ ഞാൻ കൊടുത്ത 50 ആയിരുന്നു, ഇപ്പോഴും ഞാൻ 50 റേഡിയസിന് കൊടുക്കുവാണ്, എൻ്റർ ചെയ്തു. കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഒരു പോളിഗണിന്റെ സൈസ് കുറവും മറ്റേ പോളിഗണിന്റെ സൈസ് കൂടുതലുമാണ്. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന റേഡിയസ് രണ്ടും ഈക്വലുമാണ്. അതായത് ഇതിന് രണ്ടിനും ഏരിയക്ക് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇൻസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കിളിനകത്തുള്ള രീതിക്കാണ് ആ ഒരു പോളിഗൺ വരുന്നതാണ് അതിന്റെ മീനിങ്. അതായത് അതിന്റെ ഏരിയ കുറവായിരിക്കും. രണ്ടാമത് സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആയിട്ട് കൊടുത്തേക്കുന്ന പോളിഗണിന്റെ ഏരിയ കൂടുതലായിരിക്കും. ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുവാണ്. ഒരു 50 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഞാനിവിടെ വരച്ചു. ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, കോപ്പി എടുത്ത് വെച്ചു. ഞാൻ പോളിഗൺ ഓപ്ഷൻ എടുത്തു. എന്റെ നമ്പർ ഓഫ് സൈഡ്സ് 6 തന്നെ കൊടുത്തു. സെന്റർ ഓഫ് ദ പോളിഗൺ ഒബ്ജക്റ്റ് സ്നാപ്പിനകത്ത് സെന്റർ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെന്റർ പോയിന്റ് കിട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ കൊടുത്തു. ഞാൻ കൊടുക്കുന്ന റേഡിയസ് ഓഫ് ദ സർക്കിൾ എത്രയാണ്, 50 തന്നെ കൊടുക്കുവാണ്. ഓക്കെ, നമ്മുടെ അകത്തായിട്ട് ആ ഒരു പോളിഗൺ വന്നിട്ടുണ്ട്. എങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, പോളിഗൺ എടുത്തു. നമ്പർ ഓഫ് സൈഡ്സ് 6 തന്നെ കൊടുത്തു. പോളിഗണിന്റെ സെന്റർ സ്പെസിഫൈ ചെയ്തു. സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ കൊടുത്തു. റേഡിയസ് 50 കൊടുത്തു. ഇത്തവണ നമ്മുടെ പോളിഗൺ വന്നേക്കുന്നത് സർക്കിളിന്റെ പുറത്താണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ റേഡിയസും പോളിഗണിന്റെ സെന്റർ ടു വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. സർക്കിളിന്റെ റേഡിയസും പോളിഗണിന്റെ സെന്റർ മുതൽ
വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആയിട്ടുള്ള ഒരു പോളിഗൺ ആണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ റേഡിയസും പോളിഗണിന്റെ സെന്റർ മുതൽ എഡ്ജിന്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഏരിയ രണ്ട് ഡിഫറെന്റ് ആയിരിക്കും, റേഡിയസ് മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 3 രീതിക്ക് പോളിഗൺ ക്രിയേറ്റ് ചെയ്യുക. ഒന്നുകിൽ എഡ്ജ് ഡിഫൈൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ റേഡിയസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇൻസ്ക്രൈബ്ഡ് ആണോ സർക്കംസ്ക്രൈബ്ഡ് ആണെന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എലിപ്സ് ആണ്. ഡ്രോയിങ് ടൂളിന്റെ നെക്സ്റ്റ് ഡ്രോയിങ് ടൂൾ ആണ് എലിപ്സ്. എലിപ്സിന്റെ ഷോർട്ട് കീ EL ആണ്. എടുക്കുക. ഇതിനകത്ത് 3 രീതിക്കുള്ള എലിപ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റത്തത് സെന്റർ ആണ്. സെന്റർ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു എലിപ്സിന് ഒരു മേജർ ആക്സിസ് ഉണ്ടായിരിക്കും, ഒരു മൈനർ ആക്സിസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പറയുന്നത് സ്പെസിഫൈ ദ സെന്റർ ഓഫ് എലിപ്സ്. എലിപ്സിന്റെ സെന്റർ പോയിന്റ് കൊടുക്കുക. സ്പെസിഫൈ ദ എൻഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ്, അതായത് രണ്ട് മേജർ ആക്സിസിന്റെയും മൈനർ ആക്സിസിന്റെയും റേഡിയസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എലിപ്സ് ക്രിയേറ്റ് ചെയ്യുക. സ്പെസിഫൈ എൻഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മേജർ ആക്സിസിന്റെ ഒരു റേഡിയസ് കൊടുത്തു, മൈനർ ആക്സിസിന്റെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് മൈനർ ആക്സിസിന്റെ റേഡിയസ് കൊടുത്തു. നമുക്ക് അത് വെച്ചിട്ടൊരു സെന്റർ പോയിന്റ്, മേജർ ആക്സിസിന്റെ റേഡിയസ്, മൈനർ ആക്സിസിന്റെ റേഡിയസ്, ആ 3 പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ പോയിന്റ്, ഈ 3 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഒരു എലിപ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റത്തെ ഓപ്ഷൻ ആക്സിസ് എൻഡ് ആണ്. അതിനകത്ത് നമ്മൾ സെന്റർ പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നില്ല, പകരം ഫുൾ ആക്സിസ്, മേജർ ആക്സിസിന്റെ ഫുൾ ലെങ്ത് എത്രയാണോ സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് കൊടുക്കുക. നെക്സ്റ്റ് മൈനർ ആക്സിസിന്റെ റേഡിയസ് കൊടുക്കുക, ഫുൾ ആക്സിസ് അല്ല റേഡിയസ് കൊടുക്കുക. ഫസ്റ്റത്തെ എലിപ്സിനകത്ത് സെന്റർ പോയിന്റും മേജർ ആക്സിസിന്റെ റേഡിയസും മൈനർ ആക്സിസിന്റെ റേഡിയസും ആയിരുന്നു കൊടുത്തത്. രണ്ടാമത്തെ എലിപ്സിനകത്ത് മേജർ ആക്സിസിന്റെ ഫുൾ ലെങ്തും മൈനർ ആക്സിസിന്റെ റേഡിയസും കൊടുക്കുക, എലിപ്സ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ എലിപ്റ്റിക്കൽ ആർക്ക് ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ സെയിം ഓപ്ഷൻ തന്നെയാണ്, മേജർ ആക്സിസിന്റെ ഫുള്ളും മൈനർ ആക്സിസിന്റെ ഹാഫ് റേഡിയസും കൊടുക്കുക. ആർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് എവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുവാണ്. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ എലിപ്റ്റിക്കൽ ആർക്കിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണോ നിങ്ങൾക്ക് ആർക്ക് വേണ്ടത് ആ ഒരു രീതിക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ വരച്ച മേജർ ആക്സിസിന്റെ റേഡിയസിലും മൈനർ ആക്സിസിന്റെ റേഡിയസിലും വെച്ചിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ ആർക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു 3 രീതിക്ക് നമുക്ക് എലിപ്സിനെയും വരയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്കുള്ള ഡ്രോയിങ് ടൂൾസിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടൂളാണ് റേ ആൻഡ് കൺസ്ട്രക്ഷൻ ലൈൻ. ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ടൂളിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ കിടപ്പുണ്ട് റേ ആൻഡ് കൺസ്ട്രക്ഷൻ ലൈൻ. റേ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, എന്നൊരു എൻഡിങ് പോയിന്റ് കാണത്തില്ല. അങ്ങനെയുള്ള ഒരു ലൈനെയാണ് നമ്മൾ റേ എന്ന് പറയുക. നമുക്ക് ഇതിനകത്തൊരു എക്സാമ്പിൾ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെയറിന്റെ കർവ്ഡ് ആയിട്ടുള്ള ഒരു പോർഷൻ വരയ്ക്കാനായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റിന് പല രീതിക്കായിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് അത് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും, പക്ഷെ എവിടെങ്കിലും നമുക്ക് നോക്കുമ്പോൾ ഒരു നീണ്ട ഒരു ഹോൾ, ഒരു ഭയങ്കര ലെങ്ത് ഉള്ള ഒരു ഹോൾ, ഓറൽസ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേ ട്രാക്ക് നമ്മൾ നോക്കുമ്പോൾ അത് എവിടെയോ ഇന്റർസെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അത് പാരലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ലൈൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡ്രോയിങ്സിലേക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് ഈ റേ ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ റേ എടുക്കാനായിട്ട് ഒന്നുകിൽ ഈ ഡ്രോപ്പ് പാനലിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് റേ ക്ലിക്ക് ചെയ്യുക, ഓർ മെനു ബാറിനകത്ത് ഡ്രോയ്ക്കകത്ത് പോയിട്ട് റേ ക്ലിക്ക് ചെയ്യുക, ഓർ കമാൻഡ് ഏരിയ RAY എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സ്പെസിഫൈ ദ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. കണ്ടോ, ഇത്ര പോയിന്റ്സ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്താലും സ്റ്റാർട്ട് പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എൻഡ് പോയിന്റ് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതാണ് റേയുടെ പ്രത്യേകത. നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ ലൈൻ ആണ്. കൺസ്ട്രക്ഷൻ ലൈൻ നമുക്ക് ഇതുപോലെ സെയിം തന്നെയാണ്. ഡ്രോപ്പ് പാനലിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കൺസ്ട്രക്ഷൻ ലൈനിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഓർ മെനു ബാറിനകത്ത് ടോക്കകത്ത് കയറിയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കമാൻഡ് ഏരിയ XL ആണ്. കമാൻഡ് ഏരിയ XL ആണ്. കൺസ്ട്രക്ഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ മാതിരിയല്ല, സ്റ്റാർട്ട് പോയിന്റും ഇല്ല എൻഡ് പോയിന്റും ഇല്ല, 2 പോയിന്റും അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുന്ന ലൈനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുക. നോർമലി നമുക്കൊരു പ്ലാൻ ഒക്കെ വരച്ചു തുടങ്ങുമ്പോൾ കൺസ്ട്രക്ഷൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സെക്ഷൻ ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നോർമലി പ്ലാൻ വരച്ചിട്ട് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി പ്ലാനിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുക. അപ്പൊ നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ ഇട്ടിട്ടാണ് നമ്മളിത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഓൾറെഡി ആ ഒരു ലൈൻസ് അവിടെ എക്സ്റ്റെൻഡ് ആയി കിടപ്പുണ്ടായിരിക്കും. ബാക്കി ഭാഗങ്ങൾ ട്രിം ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. കൺസ്ട്രക്ഷൻ ലൈൻ XL എൻ്റർ കൊടുത്തിട്ട് കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തു.
സ്പെസിഫൈ പോയിന്റ്, ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യാം. കണ്ടോ, ഞാൻ വരയ്ക്കുന്ന പോയിന്റ്സ് സ്റ്റാർട്ടും എൻഡും ഉണ്ടായിരിക്കില്ല. കണ്ടോ. ഓർ ഞാൻ കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കുമ്പോൾ എക്സൽ എൻറ്റർ കൊടുത്തു. സ്പെസിഫൈ പോയിന്റ് ഓർ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറയുന്ന 2 ഓപ്ഷനും കൂടി ഉണ്ട്. ഹൊറിസോണ്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻസിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. എൻറ്റർ കൊടുത്തു. നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഒരു കമാൻഡ് എടുത്തിട്ട് അതിനെ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി എൻറ്റർ കൊടുത്താൽ ആ കമാൻഡ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടി ഞാൻ എൻറ്റർ കൊടുത്തു. വീണ്ടും കൺസ്ട്രക്ഷൻ ലൈൻ കമാൻഡ് റിപ്പീറ്റ് ആയി വന്നു. വെർട്ടിക്കൽ എടുത്തു. വെർട്ടിക്കൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈൻസ് ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓഫ്സെറ്റ് വാല്യൂ കൊടുത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് തന്നെ പ്ലേസ് ചെയ്ത ഡ്രോയിങ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും കൺസ്ട്രക്ഷൻ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട്. ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇനി നോക്കിയ ടൂൾസ്. പോളിഗൺ, പോളിഗണിനകത്തിന്റെ 3 ഓപ്ഷൻസ്, എഡ്ജ്, ഇൻസ്ക്രൈബ് ആൻഡ് സർക്കംസ്ക്രൈബ്, എലിപ്സ്, എലിപ്സ് ഒരു 3 രീതിക്ക് വരയ്ക്കുന്ന ഓപ്ഷൻസ്, പിന്നെ റേ, കൺസ്ട്രക്ഷൻ ലൈൻ. ഓക്കെ, ഡ്രോയിങ് ടൂളിന്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കി ടൂൾസിനെ പരിചയപ്പെടാം. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.